ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുമോ ഇല്ലയോ? ഈ ചോദ്യത്തിന് മറുപടി ചോദിച്ചാൽ മോദി ഭരണകൂടത്തിന്റെ മറുപടി മൗനമാണ്. ആകെ ഉത്തരം പറയുന്നത് അമേരിക്കയാണ്. ഫെബ്രുവരി 6-ന് പുറത്തിറക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച എക്സിക്യൂട്ടീവ് ഓർഡർ പ്രകാരം ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇതേക്കുറിച്ച് പക്ഷേ കേന്ദ്ര വാണിജ്യ മന്ത്രിയോട് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് വിദേശകാര്യമന്ത്രിയോട് ചോദിക്കാനാണ്. എന്നാൽ അദ്ദേഹത്തോട് ചോദിച്ചാലോ വാണിജ്യ മന്ത്രിയോട് ചോദിക്കാനും പറയുന്നു. എന്താണ് ഈ രാജ്യത്ത് നടക്കുന്നത്? വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി നിർത്താൻ ഇന്ത്യ സമ്മതിച്ചിട്ടുണ്ടെന്ന് അമേരിക്ക പറയുമ്പോഴും മൗനം തുടരുകയാണ് മോദി സർക്കാർ. അമേരിക്ക വെറുതെ പറയുക മാത്രമല്ല, എക്സിക്യൂട്ടീവ് ഓർഡർ അടക്കം അതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താൻ സമ്മതിച്ചുവെന്നും പകരമായി ഇന്ത്യക്ക് മേൽ ചുമത്തിയ 25% തീരുവ എടുത്തു മാറ്റുകയാണെന്നുമാണ് ആ ഉത്തരവിൽ പറയുന്നത്. എന്നാൽ ഏതെങ്കിലും തരത്തിൽ നേരിട്ടോ അല്ലാതെയോ റഷ്യൻ എണ്ണ വാങ്ങുകയാണെങ്കിൽ ഈ തീരുവ വീണ്ടും ചുമത്തുമെന്നും ഇന്ത്യയെ നിരീക്ഷിക്കാൻ ഒരു സമിതിയെ നിയമിക്കുമെന്നും എക്സിക്യൂട്ടീവ് ഓർഡറിൽ വ്യവസ്ഥകളുണ്ടായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിലൊന്നും വ്യക്തമായ മറുപടി പറയാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അമേരിക്കയുടെ അവകാശവാദങ്ങളെ പരസ്യമായി നേരിടാൻ മോദി സർക്കാർ മടിക്കുന്നു എന്നതിന്റെ തെളിവാണ് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ പ്രതികരണവും നൽകുന്നത്. റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ അവസാനിപ്പിക്കുമോ എന്ന് PTI ചോദിച്ചപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തോട് ചോദിക്കാനായിരുന്നു ഗോയലിന്റെ മറുപടി. വിദേശകാര്യ മന്ത്രാലയമാകട്ടെ അവരും വ്യക്തമായ മറുപടിയില്ലാതെ ഒളിച്ചു കളി തുടരുകയാണ്. പീയൂഷ് ഗോയലിനാണ് കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ അറിയുക എന്നാണ് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പറയുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് പ്രകാരം ഏപ്രിൽ മാസത്തേക്ക് നൽകിയിരുന്ന റഷ്യൻ എണ്ണയുടെ ഓർഡറുകൾ മരവിപ്പിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞും റഷ്യയുമായുള്ള വ്യാപാരത്തിൽ നിന്ന് ഇന്ത്യയിലെ എണ്ണ കമ്പനികൾ വിട്ടുനിന്നേക്കുമെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഭാരത് പെട്രോളിയവും റിലയൻസ് കമ്പനിയും റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി നിർത്തിയെന്നും റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം അവസാനിപ്പിച്ചാൽ അവരുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ അത് വിള്ളലുണ്ടാക്കുമോ എന്ന ആശങ്കയും നിലവിലുണ്ട്. ഒപ്പം വിലക്കുറവിൽ ലഭിച്ചിരുന്ന റഷ്യൻ ക്രൂഡിൽ നിന്ന് മാറുന്നത് വിലയെ ബാധിക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. റഷ്യൻ ക്രൂഡിന് പുതിയ ഓർഡറുകൾ നൽകുന്നത് നിർത്താൻ ഇന്ത്യൻ റിഫൈനറികൾക്ക് അനൗപചാരികമായി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് PTIയും റിപ്പോർട്ട് ചെയ്യുന്നത്. കരാറിൽ അമേരിക്കൻ സമ്മർദ്ദത്തിന് ഇന്ത്യ വഴങ്ങിയെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോഴാണ് ഈ റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരുന്നത്. എണ്ണ കമ്പനികൾ റിപ്പോർട്ടിനോട് പ്രതികരിച്ചിട്ടില്ല. റഷ്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് ആഗോള വിലയിലെ ആഘാതങ്ങളിൽ നിന്ന് പൗരന്മാരെ സംരക്ഷിക്കുന്നതിന് അത്യാവശ്യമാണെന്നായിരുന്നു മോദി ഭരണകൂടം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ട്രംപ് ഭരണകൂടത്തിന് വഴങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന ദശാബ്ദങ്ങളായി ഇന്ത്യ പുലർത്തിപ്പോരുന്ന വിദേശ നയത്തിൽ നിന്നുള്ള പിന്നടത്തമാണ് മോദി ഭരണകൂടം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ വാദങ്ങളിൽ മൗനം തുടരുന്നിടത്തോളം മോദിക്കെതിരായ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും.